മൈൻഡിൽ ജിമ്മോ? യെസ്. നമുക്ക് ഷാബിനോട് ചോദിക്കാം, ഷാബിക്ക് എത്ര പുഷപ്സ് എടുക്കാൻ പറ്റും? 10 to 15 അല്ലേ? അപ്പോൾ ഞാൻ വേറെ ചോദിക്കാം. ഇപ്പോൾ തീവ്രവാദികൾ നമ്മൾ പിടിച്ചുകൊണ്ടുപോയി വിചാരിച്ചോ, പിടിച്ചു കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്തു, നമ്മൾ പുഷപ്സ് എടുക്കാൻ വേണ്ടി പറഞ്ഞവർ. ഓക്കെ, ആ പുഷപ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ നെഞ്ചമരുന്ന സ്ഥലത്ത് ഒരു മൈൻ വെച്ചു. മൈൻ എന്ന് പറഞ്ഞാൽ ബോംബ്, അമർന്ന അപ്പോൾ പൊട്ടണ ബോംബ്. എന്നിട്ട് പറഞ്ഞു 100 പുഷപ്സ് എടുത്താൻ കഴിഞ്ഞു. അത് 10 പറ്റുള്ളൂ, പക്ഷേ 10 മാത്രം എടുക്കാൻ പറ്റുന്ന നമ്മളോട് പറയണേ 100 പുഷപ്സ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഗണ്ണുമായിട്ട് തീവ്രവാദി നിൽക്കുകയാണെങ്കിൽ ഷാബയ്ക്ക് എത്ര പുഷപ്പ് എടുക്കാൻ പറ്റും? 100 എടുക്കും അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ ലിമിറ്റ് എവിടെ കിടക്കുന്നത്? അതായത് നമ്മുടെ ഉള്ളിൽ ആ പവർ ഇല്ലാണ്ട് നമുക്ക് പുഷപ്പ് എടുക്കാൻ പറ്റുമോ? 10 എനിക്ക് എടുക്കാനുള്ള പവറുള്ളൂ എന്നാണ് ഷാബ പറഞ്ഞത് അല്ലേ? ഇപ്പം പറയുന്നത് 100 എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 100 എടുക്കാനുള്ള പവർ എവിടെ നിന്ന് കിട്ടി? അതാണ് ബ്രെയിൻ്റെ അടുത്ത് സംഭവമുണ്ട്. ഓക്കെ, ആ ഡിമാൻഡ് ഫീൽ ചെയ്താൽ മാത്രമേ അത് റിലീസ് ചെയ്യുള്ളൂ. റൈറ്റ്? അപ്പോൾ അവിടെ നിന്നിട്ട് തോക്കും ചൂണ്ടിയിട്ട് 100 പുഷപ്സ് എടുപ്പിച്ചു. പിറ്റേന്നും ഇത് ചെയ്യിപ്പിച്ചെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഒരു മാസം ചെയ്യിപ്പിച്ചെന്ന് വിചാരിച്ചു. പിന്നെ ഷാബിനോട് ചോദിക്കണേ എത്ര പുഷപ്പ് എടുക്കാൻ പറ്റും? മൈനൊന്നുമില്ല, ബോംബൊന്നുമില്ല, ഭീഷണിയും ഇല്ല, ഒന്നുമില്ല. എത്ര പുഷപ്പ് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഷാബ് എന്ത് പറയും? ഹാബിറ്റ് ഫോം ചെയ്തുകൊണ്ട് തന്നെ 100+ എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ പറ്റില്ല എന്ന് പറയരുത്. ഇങ്ങനെയുള്ള ഒരു ഉദാഹരണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത അമാനുഷികമായ കരുത്ത് നമ്മൾക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് ബ്രെയിനിനെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കും? ഇപ്പോൾ ഇവിടെ ഞാൻ തീവ്രവാദികളുടെ ഇടയിലാണ് പെട്ടിട്ടുള്ളത്. അവിടെ ആൾ തോക്ക് ചൂണ്ടി നിൽക്കുന്നുണ്ട്, 100 പുഷപ്പെടുത്തില്ലെങ്കിൽ എന്നെ കൊല്ലും. ഇന്നൊക്കെ ബ്രെയിൻ എങ്ങനെ മനസ്സിലാക്കുന്നത്? ത്രൂ ഫീലിങ്സ്. ഈ ഫീലിങ്ങിൻ്റെ വിഷയം എന്താ വെച്ചാൽ, ഫീലിംഗ് ഒറിജിനൽ ഫീലിംഗ് ആണോ ഡ്യൂപ്ലിക്കേറ്റ് ഫീലിംഗ് ആണെന്നുള്ളത് ബ്രെയിൻ അറിയില്ല. ഇപ്പോൾ നമ്മൾ സിനിമ കാണണം, ഹൊറർ മൂവി കാണണം, പ്രേതം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? ഇല്ലയെന്ന് നമുക്കറിയാം അല്ലേ? പിന്നെ കാണുന്നത് സിനിമയാണെന്നും അറിയില്ലേ അല്ലേ? എല്ലാം നമുക്കറിയാം. അത് എന്തുകൊണ്ട് ഹൊറർ മൂവി കാണുമ്പോൾ നമ്മൾ പേടിക്കൂലേ? ഹൊറർ മൂവി കാണുമ്പോൾ പേടിക്കൂലേ? ഹൊറർ മൂവി കാണുമ്പോൾ എന്തുകൊണ്ട് പേടിക്കുന്നു? മൈൻഡിന് അറിയില്ല. നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി മൈൻഡിനില്ല. ഓക്കെ, സോ ക്രിയേറ്റ് എ മൂവി. ഞാനിപ്പോൾ എൻ്റെ സാഹചര്യത്തിലാണ് എന്ന് പറഞ്ഞ മൂവി. അതല്ലെങ്കിൽ ബ്രെയിൻ ഇപ്പോൾ നമ്മൾ പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കുന്ന ചില ഇൻപുട്സ് ഉണ്ട്. ഇപ്പോൾ ശക്തിയായിട്ട് ബ്രീത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള സൗണ്ട്, പേടിക്കുന്ന സൗണ്ട് കേൾക്കുക. ഇപ്പോൾ വെളിച്ചപ്പാട് ശ്രദ്ധിച്ചിട്ടില്ലേ? ചുവപ്പ് കളറൊക്കെ അവിടെ ഇട്ടും കണ്ണം ബ്രെയിന് ചുവപ്പ് എന്ന് പറഞ്ഞാൽ കേട്ട. പിന്നെ സൗണ്ട് ഗ്ലിങ് 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 എന്ന സൗണ്ട് ഉണ്ടാക്കും. പിന്നെ വാള് കയ്യിൽ വെക്കും. ഇതൊക്കെ ബ്രെയിൻ ഇൻപുട്ട് കിട്ടുന്നത് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷമില്ല. പോരാത്തിന് ശക്തിയായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഇതൊക്കെ കൂടി ചെല്ലുമ്പോൾ ബ്രെയിൻ എന്ത് വിചാരിക്കും? വി ആർ ഇൻ എ ട്രബിൾ. റൈറ്റ്? ആ ട്രബിള് മറികടക്കാനുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതാണ് അവർ കിടന്നിട്ട് വെട്ടും കുത്തും. അവർ എന്തൊക്കെ കിടന്ന് അവിടെ കാണിക്കും. കാന്താര എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, കാന്താര. കാന്താര സിനിമയിൽ കാണണം ഈ ഒരു സിറ്റുവേഷനൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിലും നമ്മളിപ്പോൾ ഈ വെളിച്ചപ്പാടിനൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ? അല്ലെങ്കിൽ വെട്ടും കുത്തും റാത്തീബില്ലേ? റാത്തീബ്. അവിടെ ഇതൊക്കെ ഈ പ്രിൻസിപ്പിളാണ്. ലൈറ്റൊക്കെ ഓഫാക്കി ഭയങ്കര ശബ്ദത്തിൽ കിടന്നിട്ട് ഹോ ഹൂ ഹീ ഹൂ എന്ന് പറയുമ്പോൾ ബ്രെയിനിന് പേടിക്കും. ആ ബ്രെയിനിനെ ഹാക്ക് ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഇന്നും ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം ഭീകരമായ ഒന്നും വേണ്ട. വളരെ കൂളായിട്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഇത് ഫീൽ ചെയ്യിപ്പിക്കാനും നിരന്തരമായി നമ്മുടെ വെല്ലുവിളി ഉണ്ട് എന്ന് ഫീൽ ചെയ്യിപ്പിച്ച് നമ്മുടെ സ്റ്റോർഡ് എനർജി, നേരത്തെ തീവ്രവാദികൾ തോക്ക് ചൂണ്ടി നമ്മൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ റിലീസ് ചെയ്ത ആ ഊർജത്തെ അല്പാൽപമായി, കാരണം ഒറ്റയടിക്ക് റിലീസാക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിങ് സെറ്റാവണ്ടേ. ഒരു ശരീരത്തിന് ശേഷിയില്ലാത്ത ഒരു ശരീരത്തിലേക്ക് പെട്ടെന്ന് 5 വോൾട്ട് പവർ ചെല്ലുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും ഇല്ലാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഊർജ്ജം നില നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. മാനസികമായി കരുത്ത് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രെയിനെ മിമിക് ചെയ്തിട്ട് വലിയ വിശ്വാസങ്ങൾ നമ്മൾ മനസ്സിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെയുള്ള പ്രാക്ടീസസ് ഉണ്ട്. റൈറ്റ്? ഇതിൻ്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും വലിയൊരു ഊർജ്ജത്തിനെ റിലീസ് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടി അത് റിലീസ് ചെയ്യും? ഓക്കെ, അലാവുദ്ദീൻ അത്ഭുത വിളക്കിൻ്റെ കഥ അറിയോ? അതിലെ ഭൂത എന്തു പണിയും ചെയ്യും അല്ലേ? അപ്പോൾ എന്ത് വിഷയം നടക്കും? ഒരു വിഷയം കൊടുത്തില്ലെങ്കിൽ എന്താ ചെയ്യുക? ഭൂതം പിടിച്ച് തിന്നും.
അങ്ങനത്തെ സംഭവമാണിത്. അതായത് നമ്മുടെ ബ്രെയിന് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള മെൻ്റൽ പവർ, സ്പിരിച്വൽ പവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് യോജിച്ച രീതിയിൽ നമുക്കിപ്പോൾ ജീവിച്ച് പോകാനും പറ്റുന്നുണ്ട്. നമ്മൾ ബ്രെയിനിനെ ഇങ്ങനെ മിമിക്ക് ചെയ്തിട്ട് മെൻ്റൽ പവർ കൂട്ടാൻ പറ്റും, സ്പിരിച്വൽ പവർ കൂട്ടാൻ പറ്റും. പക്ഷേ അതിന് എന്ത് പണി കൊടുക്കും? നമ്മുടെ ഈ കഴിവുകളൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ട് എന്ത് ഞാൻ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം വേണം. വി നീഡ് ബിഗ് ഡ്രീംസ്. മനസ്സിലായോ? വലിയ സ്വപ്നങ്ങളുള്ള ആൾക്കാർ. അതായത് നമുക്ക് ജമ്പ് ചെയ്യാം. നമ്മളുടെ ജീവിതത്തിൽ സ്ലോ പ്രോഗ്രസ് അല്ല, 10 സ്പീഡിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം. കാരണം ഇന്നിപ്പോൾ അത് ആവശ്യമാണ്. കാരണം മുമ്പ് നമ്മുടെ പല തലമുറകളിലും ഉണ്ടായ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാതാപിതാക്കൾ പഠിച്ചത് മക്കൾ പഠിച്ചു, അവരവരെ മക്കളെ പഠിപ്പിച്ചു, കുലത്തൊഴിൽ. പുതിയതായിട്ട് ഒരു അറിവ് നമ്മൾ നേടുന്നുണ്ടായിരുന്നില്ല. ഇന്നതല്ല ഇൻ്റർനെറ്റ് യുഗ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗ. ഇന്ന് സ്ലോ സ്പീഡ് പോകുന്നൊരു ഔട്ടാവും. നമ്മളെ സംബന്ധിച്ചോളം ഈ ബ്രെയിൻ ഹാക്കിംഗ് നമ്മൾ പഠിച്ചേ പറ്റും. ഇനിയുള്ള കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹൗ അവർ ബ്രെയിൻ വർക്ക്സ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. സോ ഐ എം ടീച്ചിങ് ദാറ്റ്. കാരണം ഞാൻ ഈ മേഖലയിൽ കഴിഞ്ഞ് 15 വർഷമായിട്ടുണ്ട്. 100 കണക്കിന് ട്രെയിനിങ്സ് ലോകത്തിൻ്റെ പല ഭാഗത്തും നടത്തിയിട്ടുണ്ട്. 1000 ആളുകളെ മെൻറ്റർ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വെളിച്ചത്തിൽ ഞാനൊരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്. IEAS, ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം. അതിലൂടെ നമ്മുടെ ബ്രെയിനെ ഹാക്ക് ചെയ്തിട്ട് നമ്മളുടെ ഇന്നർ പവർ, മെൻ്റൽ പവർ, സ്പിരിച്വൽ പവർ, വലിയ ലക്ഷ്യങ്ങളുള്ളവർക്ക് 3 month പീരിയഡ് ഒരു പേഴ്സണൽ മെൻറ്ററിങ് പ്രോഗ്രാം 101. അപ്പോൾ 101 ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതിലൂടെ വലിയ സ്വപ്നങ്ങളുള്ളവർക്ക് അവരുടെ ബ്രെയിനിനെ കുറിച്ച് പഠിച്ച് അവരതിനെ ഹാക്ക് ചെയ്ത് ആവശ്യമുള്ള സമയത്ത് സ്വിച്ച് ഇട്ട പോലെ എനർജി, ഓക്കെ, ഐ നീഡ് എനർജി നാവ് എന്ന് പറയുമ്പോൾ ഐ എം ഗെറ്റിംഗ് ദറ്റ് എനർജി എന്ന രീതിയിലുള്ള ടൂൾസൊക്കെ പ്രിപ്പയർ ചെയ്ത് വി ക്യാൻ റീച്ച് അവർ ഗോൾസ്. മുമ്പത്തേക്കാളും 10 സ്പീഡിൽ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും. Oh, well, that's pretty cool. Pretty cool. So, do you want to enroll that program? Yeah, sure. All right. So I would like to know that എന്തൊക്കെയാണ് ലൈക്ക് ഇപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ മൈൻഡ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളത് സത്യമാണ്. ബട്ട് ഇൻ ദ സെൻസ് ലൈക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ലൈഫിൽ കുറച്ച് നമുക്ക് ഡ്രീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മൈൻഡിലേക്കുള്ള പ്രാക്ടീസസ് ലൈക്ക് ചെറിയൊരു ടിപ്സ് ആയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും? ഇത് അങ്ങനെ നടത്താൻ പറ്റിയ കാര്യമല്ല എന്നുള്ളത് ചിലപ്പോൾ കുറേ ടിപ്സ് കൊണ്ടൊന്നും കാര്യമില്ല. ഇറ്റ് നീഡ് റെഗുലർ മെൻറ്ററിങ്. റൈറ്റ്. അപ്പോൾ ഈ റെഗുലർ മെൻറ്ററിങ്ങിൻ്റെ പവർ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ GCCയിലൊക്കെ രാജാക്കന്മാരുണ്ട് അല്ലേ? ഇപ്പോൾ നോക്കുമ്പോൾ പല രാജ്യങ്ങളിലും അവരുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മികച്ച ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് ഒരു ആവേശം നൽകുന്ന രീതിയിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ അവർക്ക് പറ്റുന്നുണ്ട് ഇല്ലേ? ബിഗ് ഡ്രീംസ്. മാത്രമല്ല അവർ കാണിക്കുന്ന മാനസികമായ കരുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ വലിയ തീരുമാനങ്ങൾ സധൈര്യമെടുത്തുകൊണ്ട് അവരുടെ മുഖത്ത് നമ്മൾ ക്ഷീണം കാണുന്നുണ്ടോ? ക്ഷീണം കാണുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ്? അവരുടെ പിതാമഹന്മാരും ഓക്കെ തത്തുല്യമായിട്ടല്ലെങ്കിലും കരുത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നമുക്ക് കാരണമുണ്ട്. അവരെ കഠിനമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ അവർക്ക് കിട്ടിയ ശക്തിയാണത് അല്ലേ? എന്നാൽ ഈ രാജകുമാരന്മാർ അത്തരം കഠിനമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഇല്ല. അവർ വെള്ളിക്കരണ്ടിയുമായി അല്ലെങ്കിൽ സ്വർണ്ണക്കരണ്ടിയുമായി അല്ലെങ്കിൽ എന്താ പറയുക അതിനേക്കാളും വലിയ കരണ്ടിയൊക്കെ ആയിട്ട് ജനിച്ചു വളർന്ന ആൾക്കാർ അല്ലേ? അപ്പോൾ അവർക്ക് ഈ കരുത്ത് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ ദേ യൂസ് ദെയർ ബ്രെയിൻ, ദേ മിമിക് ആൻഡ് ഗെറ്റ് ട്രെയിൻഡ്. അപ്പം ട്രെയിനിങ്ങിലൂടെ രാജാവാൻ പറ്റും എന്നുള്ളത് മനസ്സിലായില്ലേ? ട്രെയിനിങ്ങിലൂടെ രാജാവാം. പക്ഷേ രാജ്യം എവിടെ എന്ന് ചോദിച്ചാൽ നമ്മൾ രാജ്യം വേണ്ടേ രാജാവാണെങ്കിൽ? ദാറ്റ്സ് വൈ ഐ എം ടെല്ലിങ് യു വി നീഡ് ബിഗ് ഡ്രീംസ്. ഇപ്പോൾ ബിസിനസ്സുകാരൊക്കെ അല്ലേ, അവരൊക്കെ മൂക്കൊണ്ട് ഷാ വരച്ചുകൊണ്ടിരിക്കുക, ചിലരൊക്കെ വളഞ്ഞ് മൂക്ക് പിടിച്ചുകൊണ്ടിരിക്കുക. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതിന് മുമ്പ് കിടന്ന് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പക്ഷേ ഇത് എത്ര ഈസിയാണ് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ. ദർ ഇസ് സ്റ്റെപ്സ്. വി ഡോണ്ട് ഹാവ് ടു റീഇൻവെൻറ്റ് ദ വീൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ കണ്ടുപിടിച്ച ചക്രം വീണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പരിശീലനങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായ സ്റ്റെപ്പിൽ അറിയാവുന്ന സോഴ്സിൽ നിന്ന് അതൊക്കെ പഠിച്ചാലുണ്ടല്ലോ. ദാറ്റ് ഈസ് സ്മാർട്ട്നെസ്. സോ യു ആർ ഡിസൈഡഡ് ടു ജോയിൻ ദിസ് പ്രോഗ്രാം, റൈറ്റ്? യു ആർ വെൽക്കം. ഇനി നമ്മുടെ സുഹൃത്തുക്കളോ ഇങ്ങനെ വലിയ സ്വപ്നങ്ങൾ ദാറ്റ്സ് എ ഡിമാൻഡ്. ഓക്കെ, ഒന്നുമില്ലാതെ സ്വപ്നം ഇല്ലാണ്ട് ഇങ്ങോട്ട് വരണിട്ട് ഒരു കാര്യമില്ല. സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട മാനസികമായ കരുത്ത്, ശാരീരികമായ കരുത്ത്. ഓക്കെ, ചിലരും പറഞ്ഞു ജിമ്മിൽ പോകാൻ മടിയാണ്. ജിമ്മിൽ പോകാൻ മടിക്കാൻ പോകും. മനസ്സിൻ്റെ കരുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ജിമ്മിലേക്ക് പോകാൻ പറ്റും. ശാരീരികമായ കരുത്ത് നമുക്ക് ഉയർത്താൻ പറ്റും. അതുപോലെ തന്നെ സ്പിരിച്വൽ പവർ, നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റും. സോ യു ഷുഡ് ലേൺ ദിസ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ യു ഷുഡ് ലേൺ ദിസ്. സോ വെൽക്കം ടു ദിസ് പ്രോഗ്രാം. പിന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ഗ്രൂപ്പ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതൊരു വലിയ സ്വപ്നങ്ങളുള്ളവർക്ക് മാത്രമുള്ളതാണ്.
പിന്നെ ശാരീരിക ക്ഷമത ഇതിലൊരു ചെറിയ ഘടകമാണ്. ഇനി ഇല്ലെങ്കിലും ഓക്കെ, ഐ വിൽ ടെൽ യു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് സൂട്ടബിൾ ആവുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാം. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡീറ്റെയിൽസിലുണ്ട്, അല്ലെങ്കിൽ കമൻസിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ദെയർ, ജോയിൻ ദിസ് വാട്സപ്പ് ഗ്രൂപ്പ്. പിന്നെ ഇനി നമുക്ക് നേരിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. താങ്ക് യു.